ഹായ് ഫ്രണ്ട്സ്, സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മോഡേൺ കിച്ചണിൽ ഉപയോഗിക്കേണ്ട ആക്സസറീസിനെ കുറിച്ചാണ്. നല്ല അടിപൊളിയായ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ എന്നിവയെക്കുറിച്ചാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കിയാണ് മോഡേൺ കിച്ചൺ യൂണിറ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പാത്രങ്ങളും അതുപോലെ ഭംഗിയുള്ളത് ആകണ്ടേ. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കിച്ചൺ ആയിരുന്നെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാമായിരുന്നു. ആ കിച്ചൺ ഡൈനിങ് റൂമിൽ നിന്ന് നോക്കിയാൽ ഒന്നും കാണുകയില്ലായിരുന്നു. കാരണം 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു മുറിയിൽ ആയിരുന്നു പണ്ട് നമ്മളുടെ എല്ലാം കിച്ചൺ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി, അതിന് മാറ്റം വന്നു. ഡൈനിങ് റൂമിൽ ഇരുന്ന് നോക്കിയാൽ കിച്ചണിലെ എല്ലാ സാധനങ്ങളും കാണാനും പറ്റും. എന്തിനു പറയുന്നു, പാചകം ചെയ്യുന്നത് വരെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ മോഡേൺ കിച്ചണിൽ വയ്ക്കുന്ന പാത്രങ്ങളും മറ്റും അതുപോലെ തന്നെ മനോഹരമായിരിക്കണ്ടേ? വളരെ ചിലവ് ചെയ്ത് അതിമനോഹരമായി കിച്ചൺ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അതിലുപയോഗിക്കുന്ന ആക്സസറീസ് ഭംഗിയുള്ളതല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ പേരുദോഷം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയില്ല. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, പാത്രങ്ങളും കുപ്പികളും ഇതെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ ചില്ല് പാത്രങ്ങളും കുപ്പികളും ആണെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. കിച്ചണിൽ ഉപയോഗിക്കേണ്ട ആക്സസറീസിൻ്റെ അടിപൊളി കളക്ഷനാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ സെലക്ട് ചെയ്യുക, അതുപോലെ വാങ്ങി ഉപയോഗിക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഈ നല്ല അറിവുകൾ, നല്ല വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കഴിയുമെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.